ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ആറ്റോമിക് മോഡൽസിനെ കുറിച്ചിട്ടാണ്. സോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏതിനെ കുറിച്ചിട്ടാണ്, കാഥോഡ് റേസിനെ കുറിച്ചിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു കാഥോഡ് റേസ് ഏതിനാണ് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ കാഥോഡ് റേ ഡിസ്കവറി വാസ് ഡൺ യൂസിങ് ഏതാണ്, കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. കാഥോഡ് റേ discharge tube. Cathode ray discharge tube എന്തായിരുന്നു, it was found that ഒരു നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് വെർ മൂവിങ് ഫ്രം കാഥോഡ് ടു ആനോഡ്. ആ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇലക്ട്രോൺസിന് പറഞ്ഞത്. ഈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൽ ഇലക്ട്രോൺസിൻ്റെ ഡിസ്കവറി കഴിഞ്ഞിട്ട് സയൻറ്റിസ്റ്റ്മാർ പിന്നെയും ആ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൽ കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു. ഇത് ചെയ്യുമ്പോഴാണ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ നെഗറ്റീവ് ചാർജ് മാത്രമല്ല, ദ എക്സിസ്റ്റൻസ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ in an atom was found out by or shown by the scientist Goldstein. അപ്പോൾ 1886 നമ്മുടെ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗോൾഡ്സ്റ്റെയിൻ പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചു, ആറ്റത്തിൽ എന്ത് മാത്രമല്ല ഉള്ളത്, നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് മാത്രമല്ല ഉള്ളത്, ഇറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ. ഇനി എന്താണ് പോസിറ്റീവ്ലി ചാർജ്, നമ്മൾ പറഞ്ഞു കാഥോഡ് റേ ട്യൂബ് വെച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത്. ഇൻ ദിസ് ട്യൂബ് ഇൻസ്റ്റെഡ് ഓഫ് പെർഫോറേറ്റഡ് ആനോഡ്, പെർഫോറേറ്റഡ് കാഥോഡ് വാസ് യൂസ്ഡ്. പെർഫോറേറ്റഡ് കാഥോഡ്. എന്താണ് പെർഫോറേറ്റഡ് കാഥോഡ് എന്ന് അറിയാലോ നിങ്ങൾക്ക്. എന്താണ് പെർഫോറേറ്റഡ് കാഥോഡ്, പറഞ്ഞ ഗ്യാപ്സ് ഉള്ളത്. ഇനി എന്താണ് നമ്മുടെ ഇലക്ട്രോൺ ഡിസ്കവറിയെക്കാട്ടിലും വ്യത്യാസം, ഇവിടെ ഇതിൻ്റെ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്യുമ്പോൾ കാഥോഡും ആനോഡിൻ്റെ കേസിൽ പെർഫോറേറ്റഡ് ആനോഡായിരുന്നു. ആനോഡിനും കാഥോഡിൻ്റെ ഇടയിൽ എന്താണ്, ദ ഗ്യാസ് വാസ് കംപ്ലീറ്റ്ലി ഇവാക്വേറ്റഡ് ഓർ ദ ഗ്യാസ് വാസ് അറ്റ് വെരി ലോ പ്രഷർ. പക്ഷേ നമ്മുടെ ആനോഡിൻ്റെ ഡിസ്കവറി, ആനോഡ് റേസിൻ്റെ ഡിസ്കവറി സമയത്ത് എന്തായിരുന്നു, ഗ്യാസ് വാസ് ടേക്കൺ ആൻഡ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് വാസ് മെയിൻറ്റെയിൻഡ് അറ്റ് 10 to the power of -1 mm. കംപ്ലീറ്റ്ലി ഇവാക്വേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഗ്യാസ് എടുത്തിട്ടുണ്ടായിരുന്നു അറ്റ് പ്രഷർ ഓഫ് എന്താണ് 10.-1. ഇനി കാഥോഡിൻ്റെ നമ്മുടെ ഇതുപോലെയായിരുന്നു നമ്മൾ വരയ്ക്കേണ്ടായിരുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിൽ കാഥോഡിൻ്റെ ബാക്കിൽ എന്ത് ചെയ്തു, ഒരു സിങ്ക് സൾഫൈഡിൻ്റെ സ്ക്രീൻ വെച്ചു. സോ വെൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വാസ് ഡെവലപ്ഡ് ഓർ വെൻ എ വോൾട്ടേജ് വാസ് അപ്ലൈഡ്, ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് സം റേസ് വെയർ ഓൾസോ മൂവിങ് ഫ്രം എവിടുന്നാണ്, anode to cathode, striking on the zinc sulfide screen and producing a fluorescent. So the rays which were moving from anode to cathode in the CRT tube were known as endana anode rays. Since they were moving from endana anode to cathode, the rays were known as anode rays. ഇനി again it was observed that anode rays പറയുമ്പോൾ എന്തായിരുന്നു, എങ്ങടാ മൂവി ഉണ്ടായിരുന്നേ, ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ പറയുമ്പോൾ നമ്മുടെ ആനോഡ് ടു കാഥോഡ്. സോ ദീസ് റേസ് വെർ മെയ്ഡ് അപ്പ് ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ നമ്മുടെ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ദേ വെർ മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ദീസ് റേസ് വെർ ബീങ് ഡിഫ്ലക്റ്റഡ് ബൈ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ബോത്ത് electric and magnetic field. They also possess നമ്മുടെ കാഥോഡ് റേസിൽ പറഞ്ഞ പോലെ എന്താണ്, കൈനറ്റിക് എനർജി. അപ്പോൾ കുറേ പ്രോപ്പർട്ടീസ് വെർ സിമിലർ ടു കാഥോഡ് റേസ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്, നമ്മൾ കാഥോഡ് റേസ് പറഞ്ഞു ദേ വെർ ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ്, ബട്ട് ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ ആനോഡ് റേസ് വെർ ഫൗണ്ട് ടു ഡിപ്പെൻഡ് upon the nature of the gas. കാഥോഡ് റേസിനെക്കാട്ടിലും വ്യത്യാസമാണ് എന്താണ്, ഇവിടെ ദ ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ്. അപ്പോൾ ഓരോ ഗ്യാസ് എടുക്കുമ്പോൾ ആനോഡ് റേസ് എന്തായിരുന്നു, ദേ വെർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ്. സോ നമുക്കറിയാം നമ്മൾ കാഥോഡ് റേസിൽ E/m വാല്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ആനോഡ് റേസ് ഏത് ആറ്റമോ അല്ലെങ്കിൽ ഏത് എലിമെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ മാസ് ഏറ്റവും കുറവാണോ അതിൻ്റെ E/m റേഷ്യോ വാസ് ഫൗണ്ട് ടു ബി എന്താണ്,
the E by M ratio was found to be highest for that. So the E by M ratio of the particle were also found to depend upon endana nature of the gas. For example, namukkariyam the positive particles hydrogen aanu nammal gas aayittu CRT tube il edukkundayirunengil hydrogen gas inde E by M ratio was found to be highest. This means that the positive particles formed from the hydrogen were എന്തായിരുന്നു ഏറ്റവും ലൈറ്റസ്റ്റ് ആണ്. അതുകൊണ്ടാണ് E by M ratio എത്രയാണ് ഹയസ്റ്റ് ആയി വരുന്നത്. കാരണം എന്താണ് മൊത്തം റേഷ്യോ കൂടുതലാണ്. എപ്പോഴായിരിക്കും കൂടുക? when mass becomes very light. So hydrogen gas എടുക്കുമ്പോൾ the E by M ratio was found to be highest. That means എന്താണ് the lightest positively charged particle were of hydrogen and thus they were named as എന്താണ് they were named as protons. So ആറ്റത്തിൻ്റെ കേസിൽ using CRT it was discovered that atom not only consists of electrons but also consists of a positively charged particles which were known as എന്താണ് protons. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആനോഡ് റേസിന് പറഞ്ഞാൽ അത് പ്രോട്ടോൺ അല്ല. ആനോഡ് റേസ് എന്താണ് മൂവിങ് ഫ്രം ആനോഡ് ടു കാത്തോഡ് ആണ്. പക്ഷെ നമ്മൾ പ്രോട്ടോൺസിന് പറയുമ്പോൾ എന്താണ് the positively charged lightest particle were known by the name എന്താണ് protons. So it was found that in the case of atom ആറ്റത്തിൻ്റെ കേസിൽ എന്തുണ്ട് ഇലക്ട്രോൺസും ഉണ്ട് പ്രോട്ടോൺസും ഉണ്ട്. വി ഓൾസോ നോ ദാറ്റ് ന്യൂട്രോൺസ് ആർ ഓൾസോ ദെയർ. പക്ഷേ നമ്മുടെ ആറ്റമിക് മോഡൽ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഒരു ആറ്റത്തിൽ എന്തൊക്കെയുണ്ട് ഇലക്ട്രോൺസും ഉണ്ട് പ്രോട്ടോൺസും ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എന്തായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇനി ആറ്റത്തിൻ്റെ സ്ട്രക്ചർ അറേഞ്ച് ചെയ്യേണ്ടത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും വെച്ചിട്ട് ഹൗ ടു അറേഞ്ച് ഓർ അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം. ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്തായിരുന്നു ആറ്റമിക് മോഡൽസ് വെയർ പ്രപ്പോസ്ഡ്. ഒരു ആറ്റത്തിൽ എങ്ങനെയാണ് സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ സ്ട്രക്ചർ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് പ്രപ്പോസ് ചെയ്തത് ആറ്റമിക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഏറ്റവും ആദ്യം പ്രപ്പോസ് ചെയ്ത ആറ്റമിക് മോഡലാണ് തോംസൺസ് ആറ്റമിക് മോഡൽ. തോംസൺസ് ആറ്റമിക് മോഡൽ. So Thomson's atomic model is also known by the name plum pudding model or we also call it as എന്താണ് watermelon model. അപ്പോൾ തോംസൺ മോഡൽ പ്രകാരം എന്തായിരുന്നു പറഞ്ഞിരുന്നെ ആറ്റംസിന് പറയുന്നത് ഇങ്ങനെയാണ് ആറ്റംസ്. ഈ ആറ്റത്തിൽ മൊത്തം എന്താ ഉള്ളത് പോസിറ്റീവ് ചാർജാണ് ആറ്റത്തിലുള്ളത്. പോസിറ്റീവ് ചാർജ് മുഴുവൻ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഈ പോസിറ്റീവ് ചാർജുള്ള ആറ്റത്തിൽ എന്താ ഉള്ളത് ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് ചാർജ് ആറ്റം ഇലക്ട്രോൺസ് ആർ ഡിസ്പേഴ്സ്ഡ് ഓൺ ദ പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺസ് മൊത്തമില്ല നെഗറ്റീവ് ചാർജ് പക്ഷെ എന്താണ് ഇലക്ട്രോൺസ് ആർ ഡിസ്പേഴ്സ്ഡ് ഓൺ ദ പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺസ് ആർ ഡിസ്പേഴ്സ്ഡ് ഓൺ എ ലാർജ് പോസിറ്റീവ് ചാർജ്. on a large positive charge. അതുകൊണ്ടാണ് നമ്മൾ കേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ മീതെ നമ്മൾ റൈസിൻസ് ഇടുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർമെലൺ മോഡൽ പോലെ മുഴുവൻ റെഡാണ് അതിൽ സീഡ്സ് ബ്ലാക്ക് കളർ ഉള്ള പോലെ തന്നെ എന്തായിരുന്നു പോസിറ്റീവ് ചാർജ് അക്കോർഡിംഗ് ടു തോംസൺസ് ആറ്റമിക് മോഡൽ മുഴുവൻ പോസിറ്റീവ് ചാർജാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് കുറച്ച് മാത്രമായിട്ട് എന്താണ് സ്പ്രെഡ് ചെയ്ത പോലെയാണ് നമ്മുടെ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ഉള്ളത്. പക്ഷേ തോംസൺ മോഡൽ വാസ് റിജക്റ്റഡ് because of its many limitations. പിന്നെ ആറ്റമിക് മോഡൽസിൽ ഒരു ബ്രേക്ക് ത്രൂ വന്നത് with the discovery of Rutherford's gold scattering experiment. Rutherford's gold scattering experiment played an important role, or we can say that it is the first atomic model. അപ്പോൾ എന്താണ് Rutherford's atomic model പറയുന്നത്? ആദ്യം there was an experimental setup. Then based on that experimental setup, observations were made, conclusions were made, or we can say that the main points of the atomic model was proposed, and finally we will see the limitations of the Rutherford's atomic model. So let us see Rutherford's gold scattering experiment. അപ്പോൾ experimental setup നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതിൽ 3 things are there. First is an alpha source. Second is a gold foil, and third is a circular
സിങ്ക് സൾഫൈഡ് സ്ക്രീൻ. സോ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ മെയിനായിട്ട് ഈ 3 കാര്യമായിരുന്നു. ഒന്നാണ് ആൽഫ സോഴ്സ്. എന്താണ് ആൽഫ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ആൽഫ സോഴ്സ് വാസ് ഇൻസൈഡ് എ ലെഡ് ബോക്സ്. എന്താണ് ആൽഫ സോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ആൽഫ പാർട്ടിക്കിൾസ്. എന്താണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് എമിറ്റ് റേഡിയേഷൻസ് ഓഫ് ദെയർ ഓൺ. ദേ ആർ ഡബ്ലി ചാർജ് പോസിറ്റീവ് പാർട്ടിക്കിൾ, നമ്മുടെ ഹീലിയം 2+ ഒക്കെ. സോ ആൽഫ പാർട്ടിക്കിൾസ് എന്തിലായിരുന്നു നമ്മൾ വെക്കേണ്ടായിരുന്നത്? ഒരു ലെഡ് ബോക്സിൻ്റെ ഉള്ളിലായിരുന്നു വെക്കേണ്ടായിരുന്നത്. ഈ ബോക്സ് ആണ് നമ്മുടെ എന്തിൽ ബോക്സ്? ഇറ്റ് ഈസ് എ ലെഡ് ബോക്സ്. നൗ വൈ ഇറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ എ ലെഡ് ബോക്സ്? എന്തുകൊണ്ടാണ് ഒരു ലെഡ് ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്? ഈ ലെഡ് ബോക്സിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ റേഡിയേഷൻസ്, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ സ്ട്രീം ഓഫ് റേഡിയേഷൻസ്. ഡയറക്റ്റായിട്ട് റേഡിയേഷൻസ് പോവും. പിന്നെ അത് എവിടെയും വരില്ല. ഇറ്റ് ഈസ് ഓൾസോ നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്റ്റേണൽ റേഡിയേഷൻ. ലെഡ് ബോക്സ് എന്താണ്? പുറമേനുള്ള ഒരു റേഡിയേഷൻസും ഉള്ളിലേക്ക് കടത്തിവിടില്ല. അത് കൂടാതെ എന്താണ്? നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ്, ആൽഫ റേഡിയേഷൻസ് ഡയറക്റ്റ്ലി ഒരു സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് പോകും. സെക്കൻഡ് വൺ ഇസ് അവർ ഗോൾഡ് ഫോയിൽ. നമ്മളിവിടെ എന്താണ് പാർട്ടിക്കിളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്? ഗോൾഡ് ഫോയിൽ. അപ്പം നമുക്കറിയാം ഗോൾഡ് ഫോയിൽ പറയുമ്പോൾ ആറ്റംസ് ഉണ്ട്. സോ ഗോൾഡ് ഫോയിൽ വാസ് പ്ലേസ് ഇൻസൈഡ് എവിടെയായിരുന്നു? സർക്കുലർ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ. നമുക്കറിയാം സിങ്ക് സൾഫൈഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? നമ്മൾ പറഞ്ഞു സിങ്ക് സൾഫൈഡിൻ്റെ ഒരു പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ചാർജ് പാർട്ടിക്കിൾസ് അതിൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഗ്ലോ. വി ഹാവ് ഓൾറെഡി സീൻ ഇൻ ദ കേസ് ഓഫ് CRT. സോ നമ്മൾ റൂതർഫോർഡ് ആറ്റമിക് മോഡൽ പറയുമ്പോൾ റൂതർഫോർഡ് ആറ്റമിക് മോഡലിൻ്റെ എന്താണ്? ആറ്റമിക് മോഡലിൻ്റെ കേസിലുള്ള നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഇത്. So based on this experimental setup, certain observations were observed. നമുക്ക് തന്നെ കാണാം, ഇതിന് നോക്കുക, ഗോൾഡ് പാർട്ടിക്കിൾസ് എന്താണ് ഇതിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് അൺഡിഫ്ലക്റ്റഡ് ആണ്, നേരെ പാസ് ചെയ്തിട്ട് എവിടെയാണ് തട്ടുന്നത്? നമ്മുടെ സിങ്ക് സൾഫൈഡ് സ്ക്രീനിലാണ് തട്ടുന്നത്. എന്നിട്ട് എന്താണ്? അത് ഗ്ലോ ചെയ്യുന്നുണ്ട്. സോ ദ ഫസ്റ്റ് ഒബ്സർവേഷൻ വാസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വെന്റ് എന്താണ്? അൺഡിഫ്ലക്റ്റഡ്. എവിടെയും ഡിഫ്ലക്റ്റ് ചെയ്യാതെ നേരെ എവിടെ പോയി തട്ടി? സ്ട്രെയിറ്റ് ആയിട്ട് അതിൻ്റെ ബാക്കിലുള്ള സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ തട്ടി. സെക്കൻഡ്, ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ്, ഇതാ നോക്കാം നമ്മുടെ ഈ ആൽഫ പാർട്ടിക്കിൾ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വെർ ഡിഫ്ലക്റ്റഡ് അറ്റ് എ വെരി സ്മോൾ ആംഗിൾ. ചില ആൽഫ പാർട്ടിക്കിൾസ് എന്താണ്? ബൗൺസ് ബാക്ക് ചെയ്യായിരുന്നു, ഇല്ലെങ്കിൽ എന്താണ്? ഡിഫ്ലക്റ്റ് ചെയ്യായിരുന്നു. മൂന്നാമത്തത് എന്താണ്? വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബാക്ക്. വളരെ കുറവ് ആൽഫ പാർട്ടിക്കിൾസ് ആയിരുന്നു എന്ത്? തിരിച്ച് ബൗൺസ് ചെയ്യുന്നത്. വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വെർ ഡിഫ്ലക്റ്റഡ് ബാക്ക്. സോ ഈ 3 ഒബ്സർവേഷനാണ് മെയിനായിട്ട് ഗോൾഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ കണ്ടത്. ഒന്നെന്താണ്? ചില റേസ് എവിടെയും തട്ടാതെ നേരെ എന്താണ്? സിങ്ക് സൾഫൈഡ് സ്ക്രീനിൻ്റെ ബാക്കിൽ പോണു. ചിലതെന്താണ്? ചെറിയ രീതിയിൽ ഡിഫ്ലക്റ്റ് ചെയ്യണു. ചിലതെന്താണ്? വളരെ ചെറിയ രീതിയിൽ. ചിലതെന്താണ്? പാസ് ചെയ്യാതെ എന്താണ്? ഡിഫ്ലക്റ്റ് ചെയ്ത് പോവാണ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് the conclusions were drawn. So according to Rutherford's gold scattering experiment, കുറേ റേസ് എന്താണ്? ഡിഫ്ലക്റ്റ് ചെയ്യാതെ നേരെ പോയിട്ട് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യണു. ദാറ്റ് മീൻസ് ആറ്റംസ് എന്താണ്? ആറ്റത്തിൽ കുറേ എന്തുണ്ടത്? റേസ് ഇങ്ങനെയാണ് പോയിട്ട് തട്ടണത്. സോ ദിസ് മീൻസ് ദാറ്റ് ആറ്റംസ് ഹാവ് എ ലോട്ട് ഓഫ് എംപ്റ്റി സ്പേസ്. ഇനി എന്തായിരുന്നു? പോസിറ്റീവ്ലി ചാർജ് എൻറ്റിറ്റി ഈസ് പ്രസൻറ്റ് ആസ് ഡെൻസ് മാസ് അറ്റ് ദ സെൻറ്റർ. സെക്കൻഡ് എന്തായിരുന്നു ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത് കൂടാതെ തന്നെ എന്താണ്ടാവണത്? ചില പാർട്ടിക്കിൾസ് സെൻറ്ററിലാണ് ഇതിൻ്റെ എന്തുള്ളത്? പോസിറ്റീവ് ചാർജ് ഉള്ളത്. അതുകൊണ്ടാണ് എന്താണ്? ചില പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോണത്, നേരെ വരുന്നത് കൂടാതെ അതെന്തായി പോണത്? ദേ ആർ ഗെറ്റിംഗ് ഡിഫ്ലക്റ്റഡ് ബാക്ക്. എന്തോ ഒരു വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു മാസ് സെൻറ്ററിലുണ്ട്, അതിനെ കടന്നു പോവാൻ ആർക്ക് പറ്റുന്നില്ല? നമ്മുടെ റേഡിയേഷൻസിന് പറ്റുന്നില്ല. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ്, തേർഡ് പോയിന്റ് എന്താണ്? ദ ഡെൻസ് മാസ് ഈസ് വെരി സ്മോൾ. ഇത് വളരെ വലുതല്ല, കാരണം നമ്മൾ മൂന്നാമത്തെ ഒബ്സർവേഷൻ പറഞ്ഞു വെരി ഫ്യൂ വെർ ഗെറ്റിംഗ് ഡിഫ്ലക്റ്റഡ് ബാക്ക്. സോ ഇതെന്താണ്? ചെറിയ ഒരു ഡെൻസ് മാസ് ആണ്. ആൻഡ് ആ ഡെൻസ് മാസിന് പറഞ്ഞ പേരാണ് എന്ത്? It was known as nucleus, and it was found using calculation that the size of the nucleus is very small. എത്രയാണ് size of the nucleus? 10 raised to minus 15, whereas the size of the atom is എന്താണ്? 10 raised to minus 10. ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. എന്തിനേക്കാട്ടിലും? ഈവൻ ഡ്യൂ ടു ദ സൈസ് ഓഫ് ദ ആറ്റം അതിനേക്കാട്ടിലും
വളരെ ചെറുതാണ് ഏതിൻ്റെ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ സൈസ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് the Rutherford proposed the atomic model, and according to his atomic model ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്താണ്? The dense positively charged mass in the center of the atom was called as എന്താണ്? ന്യൂക്ലിയസ്. ഇതാണ് നമ്മുടെ ആറ്റം. ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഡെൻസ് മാസ്, ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഡെൻസ് മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വി ആർ കോളിംഗ് ഇറ്റ് ആസ് എന്താണ്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് പറയുന്നത് എന്താണ്? ദിസ് ന്യൂക്ലിയസ് ഈസ് പോസിറ്റീവ്ലി ചാർജ്. ഇനി ദ ഇലക്ട്രോൺ റിവോൾവ്സ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് എവിടെ പോയി? നമ്മുടെ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ്. ദ ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എന്താണ്? സർക്കുലർ പാത്ത്. ഈ സർക്കുലർ പാത്തിന് എന്താ നമ്മൾ പേര് പറയുക? ദേ ആർ നോൺ ആസ് ഓർബിറ്റ്സ്. സോ സെൻറ്ററിൽ നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ചുറ്റും എന്താണ്? സർക്കുലർ ആയിട്ടുള്ള പാത്ത് ഉണ്ട്. ഈ സർക്കുലർ പാത്ത് കൂടെയാണ് നമ്മുടെ എന്ത്? നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. ഇനി ഇവിടെ സെൻറ്ററിൽ പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസും ഉണ്ട്, പിന്നെന്താണ്? നമ്മുടെ പ്രോട്ടോൺസും ഉണ്ട്, ചുറ്റും എന്താണ്? ഇലക്ട്രോൺസും റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വാസ് വാട്ട് ടൈപ്പ്? It was known as electrostatic, or he termed it as എന്താണ്? Electrostatic force of attraction is present between ഏതാണ്? Between the electrons and the nucleus. Nucleus consists of എന്തായിരുന്നു പറഞ്ഞത്? It consists of the positively charged particle. Atomic model of Rutherford ചോദിച്ചാൽ ഈ 3 points should be explain. നമ്മുടെ പരീക്ഷയ്ക്ക് ഈ 3 പോയിന്റ്സ് എഴുതണം. എന്താണ്? ആറ്റം കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയസ് ഇസ് അറ്റ് ദ സെന്റർ ഓഫ് ദ ആറ്റം, ദ ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്, ആൻഡ് ദർ ഈസ് എ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ഡ്രോബാക്ക് ഓഫ് റൂഥർഫോർഡ് മോഡൽ. അപ്പോൾ റൂഥർഫോർഡ് മോഡലിൻ്റെ ഏറ്റവും ആദ്യത്തെ ഡ്രോബാക്ക് പറയുന്നത് ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ഇൻ എ സർക്കുലർ പാത്ത് അറൌണ്ട് ദ ന്യൂക്ലിയസ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം. നമ്മൾ ഫിസിക്സിൽ ലേറ്റർ പഠിക്കും. ഒരു ചാർജുള്ള ഏത് പാർട്ടിക്കിളും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ചാർജുള്ള ഏത് പാർട്ടിക്കിളും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരയ്ക്കാം. നമ്മുടെ ചാർജിലെ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി ലൂസ് ഇറ്റ്സ് എനർജി ആൻഡ് ഇറ്റ് വിൽ ഫൈനലി കൊളൈഡ്. എന്താണ്? എനി ചാർജ്ഡ് പാർട്ടിക്കിൾ വെൻ ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് ഇറ്റ് വിൽ എന്താണ്? ലൂസ് ഇറ്റ്സ് എനർജി ആൻഡ് ഫൈനലി ഇറ്റ് വിൽ കൊളൈഡ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഇലക്ട്രോൺസ് എന്താണ്? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ്. പക്ഷേ നമ്മുടെ മാക്സ്വെൽ ഇല്ലെങ്കിൽ ഫിസിക്സിൽ നമ്മൾ ലേറ്റർ പഠിക്കും. അതിന് അക്കോർഡിംഗ്ലി ചാർജുള്ള ഒരു പാർട്ടിക്കിൾ, ഏത് ചാർജുള്ള പാർട്ടിക്കിളും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിങ്ങനെ റിവോൾവ് ചെയ്ത് ഫൈനലി എന്താണ്? ഉള്ളിൽ വന്ന് കൊളൈഡ് ചെയ്യും സെൻറ്ററിൽ. പക്ഷേ റൂഥർഫോർഡ് മോഡലിൽ അത് പറഞ്ഞില്ല, വൈ ഇറ്റ് ഈസ് നോട്ട് കൊളൈഡിങ്. അതുകൊണ്ട് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം. Again, it cannot explain the distribution of electron. It is related to this point, അല്ലേ? ചാർജിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇലക്ട്രോൺസ് ചുറ്റും മൂവ് ചെയ്യണം? അതിന് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല? റൂഥർഫോർഡ്സ് ആറ്റോമിക് മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ. സോ വി ക്യാൻ സീ ദാറ്റ് റൂഥർഫോർഡ്സ് ആറ്റോമിക് മോഡലിൻ്റെ മുകളിൽ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഏതിൻ്റെ ഡിസ്കവറി നടന്നത്? ദ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺസ് വെർ ഓൾസോ ഫൗണ്ട്. ഇനി ന്യൂട്രോൺസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് നമ്മൾ ഗോൾഡ് ഫോയിലായിട്ടായിരുന്നു ബൊമ്പാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെച്ചാൽ നമ്മുടെ ന്യൂട്രോൺ ഡിസ്കവറി സമയത്ത് എന്തായിരുന്നു? എ തിൻ ഷീറ്റ് ഓഫ് ബെർലിയം വാസ് യൂസ്ഡ്. ആൽഫ പാർട്ടിക്കിൾസ് എവിടെയായിരുന്നു വന്ന് ബൊമ്പാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ? ഓൺ എ തിൻ ഷീറ്റ് ഓഫ് ബെർലിയം. So, a new particle was discovered which had endana no charge and its mass was equal to that of hydrogen, and that particle was known by the name neutron. ഇനി ആരായിരുന്നു ന്യൂട്രോൺ ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്? The discovery of neutron was done by ചാഡ്വിക് ആണ് ഏതിൻ്റെ ഡിസ്കവറി ചെയ്ത്? ന്യൂട്രോൺ ചെയ്തത്. അപ്പോൾ എന്താണ്? ആൽഫ പാർട്ടിക്കിൾസ് എന്തുകൊണ്ടാണ് ഇൻസ്റ്റെഡ് ഓഫ് ഗോൾഡ് ഫോയിൽ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ബോംബാർഡ് ചെയ്തത്? ബെർലിയം, തിൻ ഷീറ്റ് ഓഫ് ബെർലിയം വെച്ചിട്ടാണ് ആൽഫ പാർട്ടിക്കിൾസിനെ ബോംബാർഡ് ചെയ്തത്, വിച്ച് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ഏതാണ്? നമ്മുടെ ന്യൂട്രോൺസ്. ഇനി നമുക്ക് നോക്കാം
ആറ്റത്തിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു ഏതൊക്കെ സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചു? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ. സോ ഇലക്ട്രോൺസ്, protons and neutrons. Let us see the charge and the mass of electron, proton and neutron. Electron, proton, neutron ന്റെ ചാർജും മാസും നമുക്ക് നോക്കാം. So the charge of electron was found to be 1.6 into 10 to the power of minus 9 coulomb. The charge of electron was found to be 1.6 into 10 to the power of minus 19 coulomb, and the mass was found to be 9.1 into 10 to the power of minus 31 kg. Similarly, in the case of proton, the charge was found to be similar to that of electron. Charge എന്തായിരുന്നു? ഇലക്ട്രോണോട് സിമിലർ തന്നെയായിരുന്നു. നിങ്ങൾ ചില ടെക്സ്റ്റിൽ കാണാം ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ടാവും. ബിക്കോസ് ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്, അത് റെപ്രസെൻറ്റ് ചെയ്യാനാണ്. സോ 1.6 into 10 to the power minus 19. And the mass for the proton was found to be 1.672 into 10 to the power of minus 27 kg. In the case of neutron, നമ്മൾ പറഞ്ഞു neutron discover ചെയ്തപ്പോൾ it was found that there was no charge. So 0 ആയിട്ട് represent ചെയ്യാം. And the mass of the proton was found to be similar to that. More or less similar to that of ഏതാണ്? പ്രോട്ടോണിനോട് സിമിലർ ആയിരുന്നു ഏത്? mass of neutron, and it was found to be 1.67 into 10 to the power of minus 27 kg. ഇനി ഇവിടെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു the charge of an electron. How the charge of an electron was discovered? The charge of an electron was discovered by Millikan's oil drop experiment. മിലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ് ദ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ഡിറ്റർമൈൻ ചെയ്തത്. അപ്പോൾ ഈ വാല്യൂസ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ്? ന്യൂട്രോണിൻ്റെ കേസിൽ ഹൂ ഡിസ്കവർഡ് ന്യൂട്രോൺ? ചാഡ്വിക് ഡിസ്കവർഡ് ന്യൂട്രോൺ. There is no charge. The charge of proton and electrons are similar, and the mass of proton is 9.1, whereas the mass of proton and neutron are similar. നമ്മൾ ഏകദേശം 1 എന്ന് പറഞ്ഞിട്ട് പ്രോട്ടോണിൻ്റെ മാസ്സാണ് കൺസിഡർ ചെയ്യാറ്. സോ നമ്മുടെ ആറ്റമിക് മോഡൽസിൻ്റെ ഏതൊക്കെയാണ്? തോംസൺ ആറ്റമിക് മോഡലും ആൻഡ് റൂദർഫോർഡ് ആറ്റമിക് മോഡലാണ് ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ നമുക്ക് കുറേ ആറ്റമിക് മോഡൽസ് ഉണ്ട് വിച്ച് വി വിൽ ഡിസ്കവർ. ബോർസ് ആറ്റമിക് മോഡൽ വിച്ച് വി വിൽ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.